ഹോട്ടൽ തട്ടുവിലാസ് തേനി. എന്തിനാ ബൺ പൊറോട്ട തേടിയുള്ള യാത്ര 1.5 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ എക്സാക്റ്റ് ബൺ പൊറോട്ട നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. തട്ടുവിലാസത്തിലെ ബൺ പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൈഡായിട്ടേ അമല ചോദിച്ചു, ചേട്ടാ മൂള ഫ്രൈ പറയട്ടെ എന്ന് ചോദിച്ചു. മൂള ഫ്രൈയോ? ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പഴത്തിൻ്റെ പച്ചക്കറിയുടെയോ മൂല അരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞെടുത്തോളാം. പിന്നെ അല്ല, നമ്മുടെ അടുത്താണ് മൂള ഫ്രൈ അല്ല, കാള ഫ്രൈ വരെ കഴിച്ചിട്ടിരിക്കുന്നതാണ്. കൊണ്ടുവച്ചു. അപ്പോൾ ഇതിൻ്റെ മീരി കണ്ടിട്ട് എനിക്കൊരു സംശയം, എടാ ഇത് എന്തിൻ്റെ മൂലയാണെന്ന് ചോദിച്ചത്. മൂല പോലെ ഇല്ല, ഉരുണ്ടാണല്ലോ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ മൂളയെന്ന് പറഞ്ഞാൽ തലച്ചോറ് ഫ്രൈ ആണെന്ന്. എൻ്റെ പൊന്നേ. ആ ഞാൻ ചേട്ടാ ഇത് ആരുടെയാ? പേടിക്കണ്ട, ആടിൻ്റെ എന്ന് പറഞ്ഞു. ഒന്നാമത് റീൽസിൻ്റെ ഇടയ്ക്ക് ആട് കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. അവൻ പറഞ്ഞു മിടുക്കനായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ രക്തപ്പൊരിയിൽ വാങ്ങിച്ചു തരാമെന്ന്. മൂല ഫ്രൈ എന്ന് പറഞ്ഞിട്ട് തലച്ചോറ് അവൻ തീറ്റിച്ചു. അപ്പോൾ ഈ രക്തപ്പൊരിച്ചൽ എന്താണോ എന്തോ. അത് അടുത്ത പ്രാവശ്യം നോക്കാം. എന്തായാലും ബൺ പൊറോട്ട വന്നു കേട്ടോ. ഇത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബൺ പൊറോട്ടയല്ല. ബൺ പൊറോട്ട വീഡിയോ ഞാൻ കണ്ടാക്കുന്ന ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനമാണ്. ഇത് പരന്നായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കോയിൻ പൊറോട്ട പറഞ്ഞു. കോയിൻ പൊറോട്ട നമ്മൾ ഉദ്ദേശിച്ച ബൺ പൊറോട്ടയുടെ ഷേപ്പ്. പൊറോട്ടയുടെ വെറൈറ്റീസ് ഇവിടെ കിട്ടുന്ന 6 മണി മുതലാണ്. തെനിയിൽ ഏറ്റവും തിരക്കുള്ളൊരു ഹോട്ടലാണെന്ന് പറയാം കേട്ടോ. ആൾ ക്യൂവിലാണ്. നമ്മൾ എഴുന്നേറ്റ് അടുത്ത പുറകിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഹോട്ടലാണ്. സംഭവം കൊള്ളാം. ഈ വഴി പോകണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയോ. അപ്പം മൂളയുമായി വീണ്ടും കാണാം. ടാറ്റാ. എന്നാലും രക്തപ്പൊരിച്ചൽ എന്തായിരിക്കും? നോക്കാം. Goodbye.